അക്കരെ പച്ചകളിലേക്ക് നോക്കാതെ അവനവൻ്റെ ഉൾത്തുടുപ്പുകളിലേക്കും സൗന്ദര്യത്തിലേക്കും കൈവന്ന സൗഭാഗ്യങ്ങളിലേക്കും നോക്കുക. മറ്റുള്ളവരുടെ ബാഹ്യവർണ്ണങ്ങളിലേക്ക് നോക്കുമ്പോൾ അത് കണ്ട് സങ്കടപ്പെടാനും സ്വന്തം വിഭവങ്ങളും ഉള്ളിലെ കഴിവുകളും കാണാതെ പോകാനും ഇടയാകും. എല്ലാവരും വ്യത്യസ്തരാണ്. എല്ലാവർക്കും വിഭിന്നമായ കഴിവുകളും നിർവഹിക്കാൻ ധർമ്മങ്ങളും ഉള്ളതുപോലെ പരിഹരിക്കാൻ പ്രശ്നങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ തീരുന്നതാണ് എല്ലാ സങ്കടങ്ങളും. ഈ സന്ദേശത്തിലേക്ക് വെളിച്ചം വീശുന്ന കഥയാണിത്. കാട്ടിലൂടെ ഭക്ഷണം തേടി പറന്ന് നടക്കുമ്പോഴാണ് കാക്ക ആ കാഴ്ച കണ്ടത്. കാട്ടരുവിൽ ഒരരയന്നം നീന്തി തുടിക്കുന്നു. എന്തു ഭംഗിയാണ് ഇതിനെ കാണാൻ! എത്ര സന്തോഷത്തോടെയാണത് വെള്ളത്തിൽ നീന്തി കളിക്കുന്നത്. ലോകം സുന്ദരമാണ്. താഴെ പച്ച പരവതാനി വിരിച്ച പുൽമേടുകൾ, മുകളിൽ സ്വർണ്ണ വിളക്കുകൾ തൂക്കിയ നീലാകാശം, അതിനിടയിൽ കാർവർണ്ണവും പരുപരുത്ത ശബ്ദവുമായി ഞാൻ മാത്രം ജീവിക്കുന്നു. ചിന്തിച്ചപ്പോൾ കാക്കയ്ക്ക് സങ്കടമായി. അങ്ങനെ സങ്കടവും വേദനയും ഉള്ളിലൊതുക്കി ജീവിക്കുമ്പോഴാണ് ഒരു ദിവസം ആ കാഴ്ച കണ്ടത്. ഒരു സന്യാസിക്ക് ചുറ്റും കുറേ ആളുകൾ ഇരുന്ന് ഉപദേശം കേൾക്കുന്നു. കാക്ക തൊട്ടടുത്ത മരത്തിൽ ചെന്നിരുന്നു. ആളുകളെല്ലാം പോയ സമയം നോക്കി സന്യാസിക്ക് മുന്നിലെത്തി തൻ്റെ സങ്കടങ്ങൾ തുറന്നു വെച്ചു. സന്യാസി പറഞ്ഞു, നീ എന്തിനിങ്ങനെ പ്രയാസപ്പെട്ട് ജീവിക്കണം? നീ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് നിന്നെ ഞാൻ മാറ്റിത്തരാം. അതിനു മുമ്പേ നീ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ളവരോട് അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ കൃത്യമായി ചോദിച്ചു വരിക. കാക്കയ്ക്ക് സന്തോഷമായി. അത് കാക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഉയരത്തിൽ പറന്നു. നേരെ മുമ്പ് കണ്ട അരയന്നത്തിൻ്റെ അരികെ പറന്നിറങ്ങി. അരയന്നത്തോട് പറഞ്ഞു, ചങ്ങാതി, ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി നീയായിരിക്കുമല്ലേ? നിന്നെപ്പോലെ സൗന്ദര്യമുള്ള സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു പക്ഷിയെയും ഞാൻ കണ്ടിട്ടില്ല. അരയന്നം പറഞ്ഞു, അങ്ങനെ തന്നെയായിരുന്നു ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷേ തത്തയെ കാണുന്നത് വരെ മാത്രം. എന്തൊരഴകാണ് തത്തയ്ക്ക്! ചുവന്ന ചുണ്ടും പച്ച തോലുകളും കാണാൻ നല്ല ഭംഗിയാണ്. നീലവിഹായസിലൂടെ ധാന്യങ്ങളും പഴങ്ങളും തേടി തത്ത സന്തോഷത്തോടെ പാട്ടും പാടി പാറി നടക്കുന്നു. നോക്കൂ, എനിക്ക് ഈ തെളിനീർ പൊയ്ക്കപ്പുറം സഞ്ചരിക്കാൻ അത്ര എളുപ്പമല്ല. ഏത് നിമിഷവും കുറുക്കനും കുറുനരിയും മറ്റ് മൃഗങ്ങളെയും പേടിച്ച് ജീവിക്കണം. അത്രയും കേട്ടപ്പോൾ അരയന്നത്തോടെ യാത്ര പറഞ്ഞ കാക്ക അവിടെ നിന്നും പറന്നുയർന്നു. ഒരു ഓലത്തുമ്പത്ത് ഊഞ്ഞാലാടിക്കൊണ്ടിരുന്ന തത്തയെ കണ്ടപ്പോൾ അതിനടുത്ത് പറന്നിറങ്ങി. ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള പക്ഷിയായ നിന്നെ കാണാമെന്നാണ് ഞാൻ, കാക്ക പറഞ്ഞു. കാക്കയുടെ വാക്ക് കേട്ട് തത്ത പറഞ്ഞു, അങ്ങനെ തന്നെയായിരുന്നു ഞാനും കരുതിയിരുന്നത്. മയിലിനെ കാണുന്നത് വരെ പീലികൾ വിടർത്തിയുള്ള മയിലിൻ്റെ നൃത്തം എത്ര മനോഹരമാണ്! ആരും നോക്കി നിന്ന് പോകും. അത്രയ്ക്ക് അഴകാണ് തന്നെ. സന്തോഷത്തോടെ നൃത്തം വെച്ച് മയിൽ ജീവിക്കുന്നു. എൻ്റെ കാര്യം കഷ്ടമാണ്. ഏത് നിമിഷവും മനുഷ്യരെന്നെ കെണിയിലാക്കും. പേടിച്ച് ജീവിക്കുകയാണ് ഞങ്ങൾ തത്തകൾ. കാക്ക തത്തയുടെ അടുത്തു നിന്നും പറന്നുയർന്നു. പട്ടണത്തിൽ ഒരു മൃഗശാലയിൽ മയിലുകളെ കണ്ട കാര്യം കാക്ക ഓർത്തു. നേരെ അങ്ങോട്ട് പറന്നു. പീലി വിടർത്തി നൃത്തമാടുന്ന ഒരു മയിലിൻ്റെ കൂട്ടിനരികെ കാക്ക ചെന്നിരുന്നു. ലോകത്തെ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന പക്ഷിയായ നിന്നെ കാണാമെന്നാണ് ഞാൻ, കാക്ക പറഞ്ഞു. നീ എത്ര സന്തോഷത്തോടെയാണ് പീലികൾ വിടർത്തി നൃത്തമാടുന്നത്? കാക്ക തുറന്നു. മയിൽ പറഞ്ഞു, എല്ലാം ശരിയാണ്. ഞാൻ സന്തോഷത്തോടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. ലോകത്ത് ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്നത് മയിലുകളായിരിക്കുമെന്നും ഞാൻ കരുതിയിരുന്നു. എല്ലാം ഈ മൃഗശാലയിലെ ഈ കൂട്ടിലെത്തുന്നത് വരെ മാത്രം. ഇവിടെ എത്തിയ ശേഷം മരച്ചില്ലകളിൽ കാക്കകളുടെ കലവല ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. ഒരു കാക്കയായി ജനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് തോന്നും. നോക്കൂ, ഈ മൃഗശാലയിലെ കൂടുകളിലൊന്നും ഒരു കാക്കയും കാണില്ല. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷികൾ നിങ്ങൾ കാക്കകളല്ലേ? മയിൽ സങ്കടത്തോടെ കാക്കയോട് ചോദിച്ചു. കാക്ക ചുറ്റുപാടും കണ്ണോടിച്ച് കാക്ക എന്ന് നേരിയ തോതിൽ 2 പ്രാവശ്യം കരഞ്ഞു. പിന്നീട് അകലങ്ങളിലേക്ക് പറന്നു. കാക്ക പറന്നകലെന്ന് നോക്കി മയിൽ കണ്ണുനീർ വാർത്തു. പിന്നെ യാന്ത്രികമെന്നോണം തൻ്റെ വർണ്ണപ്പീലികൾ വിടർത്തി മയിൽ ആനന്ദ നൃത്തമാടി. ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. കഥയിലെ കാക്ക തന്നെക്കാളും ഭാഗ്യവാൻ എന്നു കരുതി സമീപിച്ച് എല്ലാവരും തന്നെക്കാളും കഷ്ടത്തിലാണെന്ന് തിരിച്ചറിവ് നേടുമ്പോൾ കഥയുടെ സന്ദേശം വിശാലമായി മാറുന്നു. മൃഗശാലയിലെ മയിൽ കാക്കകളുടെ സൗഭാഗ്യങ്ങൾ പറഞ്ഞ് കണ്ണുനീർ വാർക്ക് കൂടിയായപ്പോൾ കഥയുടെ സന്ദേശം എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാകുന്നു. ഇനി നിങ്ങൾ ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കൂ. നിങ്ങളെപ്പോലുള്ള വേറെ ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? ഇനി അല്പം രൂപസാദൃശ്യം ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കഴിവുകളും സ്വഭാവങ്ങളുമുള്ള വേറൊരാളും ഈ ലോകത്തുണ്ടാവില്ല. പറയൂ, യെസ് ഓർ നോ? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന വിശ്വാസത്താൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല കഥകൾ കേൾക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കഥയാണിത്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.